നമസ്കാരം. VMC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചിലവ് വളരെ കുറഞ്ഞ ഒരു മിനി ഇൻവെർട്ടറാണിത്. സാധാരണ ഒരു ഇൻവെർട്ടർ വീടുകളിൽ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം 15,000 തൊട്ട് മുകളിലേക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് 1,500-നും 2,000-നും ഇടയ്ക്ക്, കാരണം പല കമ്പനികൾക്കും പല പ്രൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിന് ചിലവ് വരത്തുള്ളൂ. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും, പവർ ബാങ്ക് ചാർജ് ചെയ്യാം, അതേപോലെ മറ്റ് മുറികളിലെ ലൈറ്റ്. ഇത് 45 വാട്ട്സാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. നമുക്കിനി വിശദമായിട്ട് അതിൻ്റെ പ്രവർത്തനം നേരിൽ കണ്ട് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ DC ഇൻവെർട്ടർ. ഇതിൻ്റെ മുകളിൽ കാണിക്കുന്ന സ്വിച്ചാണ് അതിൻ്റെ ഇൻവെർട്ടർ ലൈനാണത്. അത് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഇൻവെർട്ടറായിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. ഈ സ്വിച്ചാണ് അതിൻ്റെ ഓൺ ഓഫ് പൊസിഷൻ. രണ്ടാമത്തെ വരുന്നത്, ഇത് എമർജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന 2 LED ലൈറ്റുകളാണ്, അത് പ്രകാശിക്കും. ഇതിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. ഹൈ ബ്രൈറ്റിൽ തന്നെയാണത് വർക്ക് ചെയ്യുന്നത്. നല്ല പ്രകാശമുണ്ട്. അതുകൊണ്ട് നമുക്കിത് പോർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, പുറത്തെവിടെയും കൊണ്ടുപോകാം. കാരണം ഇതിപ്പോൾ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി താഴത്തെ കാണുന്ന ഈ സ്വിച്ച് ഈ 3 ലൈൻ പവർ ലൈനിലെ കാണിക്കുന്നതാണ്. അത് ഓഫ് ചെയ്താൽ ഇതിൽ 3ലേക്കും സപ്ലൈ ഉണ്ടാവില്ല. ആ സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ 3 സോക്കറ്റിലേക്കും സപ്ലൈ വരുള്ളൂ. പിന്നെ ഇതിലൊരു ഫ്യൂസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അകത്ത് എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഫ്യൂസ് മെൽറ്റ് ആയിക്കോളും. പിന്നെ ഇതിന് അടുത്ത ഒരു സംവിധാനം എന്ന് പറയുന്നത്, ഇത് സോളാർ പാനലിൽ നിന്നും നേരിട്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇതിലുണ്ട്. ആ സമയത്ത് നമുക്ക് KCB ലൈൻ എടുക്കണമെന്നില്ല. സോളാർ പാനൽ നേരിട്ട് കണക്ട് ചെയ്താൽ മതി. അതിന് താഴെയുള്ളൊരു സോക്കറ്റ് 12 വോൾട്ട് DC ഔട്ടാണ്. ഈ DC ഔട്ടിൽ നിന്നും നമുക്കിതിൻ്റെ ഫീമെയിൽ സോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലെ വൈഫൈ ഉപയോഗിക്കുന്ന റൂട്ടറിന് സപ്ലൈ കൊടുക്കാം. ഇപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ട് സപ്ലൈ ഇല്ലെങ്കിൽ പോലും നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് വൈഫൈ ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ളൊരു സോക്കറ്റാണ് ഈ 12 വോൾട്ട് DC എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 12 വോൾട്ട് 7Hൻ്റെ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ 45 വാട്ട്സ് ഔട്ട്പുട്ടാണ് ഇതിന് കിട്ടുന്നത്. ഇപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് 9 വാട്ട്സിൻ്റെ 5 LED ബൾബാണ് ഈ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് 5 LED ബൾബ്, അതായത് 45 വാട്ട്സ് വരും. 9 വാട്ട്സിൻ്റെ 5 LED ബൾബാണ്. ഇനി ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ബൾബ് 5ഉം പ്രകാശിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഇതിനകത്തിരിക്കുന്ന ബാറ്ററിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈൻ AC-യുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. കോഡ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. കോഡാണ് ഈ കാണുന്നത്. ഇത് ലൈനിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബൾബ് പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതിനകത്തുള്ള ബാറ്ററിയിൽ നിന്നും തന്നെയാണ്. അത് സപ്ലൈ നമുക്ക് ഈ 3ലും കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് DC പവർ സപ്ലൈ ആണ് വരുന്നത്. അതുകൊണ്ട് ഫാനുകൾക്കോ മറ്റു ഉപകരണങ്ങൾക്കോ ഇത് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് AC-യിലും DC-യിലും വർക്ക് ചെയ്യുന്ന, അതായത് SMPS, നമ്മുടെ മൊബൈൽ ചാർജർ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇതിൽ കുത്താവുന്നതാണ്. നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാം, പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പറ്റും, റൂട്ടറിൻ്റെ സപ്ലൈ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ LED ബൾബ് നമുക്ക് 5 മുറിയിലായിട്ട് ഓരോ ബൾബ് കണക്ട് ചെയ്താൽ ഈ കാണുന്ന പോലെ തന്നെ ഇത് പ്രകാശിക്കുന്നതാണ്. ഇത് ലൈനിൽ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഉള്ള സമയത്ത് ബാറ്ററി വർക്ക് ചെയ്യത്തില്ല. കറണ്ട് സപ്ലൈ ഓഫായി കഴിയുമ്പോൾ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ബാറ്ററി ഓണായി ഈ ലൈറ്റ് പ്രകാശിക്കുകയുള്ളൂ. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫ്രണ്ട് പാനലിൽ സിസ്റ്റം ഓൺ ഒരു LED ലൈറ്റ്, ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നത് കാണാം. അതിനർത്ഥം ഇതിലെ ഇൻവെർട്ടർ ഓൺ പൊസിഷനിലാണ് കിടക്കുന്നത്. അങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ സപ്ലൈ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടുള്ള സമയത്ത് KCB ലൈൻ നേരിട്ട് ഈ ബൾബിലേക്ക് വരികയും കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലെ ബാറ്ററി വഴി ഈ ലൈറ്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം, ഇതിലെ ഈ ഇൻഡിക്കേറ്റർ കത്തി നിൽക്കുന്നു. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് ബാറ്ററി ലോ ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ബാറ്ററി ഓവർലോഡ് ആണെങ്കിലോ അത് തനിയെ ഓഫായി പോകും. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ കത്തി നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ വയർ AC-യിൽ പ്ലഗ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ചാർജർ ലൈറ്റ് ഇപ്പോൾ ഫ്ലാഷ് ചെയ്യുന്നത്. അതിനർത്ഥം ഈ ബാറ്ററി ഇപ്പോൾ ചാർജ് ചെയ്യുന്നു. ഈ കത്തിയിരിക്കുന്ന LED ബൾബ് നേരിട്ട് ലൈനിൽ നിന്നും തന്നെയാണ്. ഇപ്പോൾ ലൈൻ ഡിസ്കണക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ ചാർജിങ് ഇൻഡിക്കേറ്റർ ഓഫായി. അതിനർത്ഥം AC സപ്ലൈ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്.
ഇനി നമുക്കിതിൻ്റെ 3-pin സോക്കറ്റിലെ ഒരു മൊബൈൽ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാണ്. പവർ ബാങ്കിൻ്റെ ഇൻഡിക്കേറ്ററിൽ കാണാം. ആ ഇൻഡിക്കേറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൽ നിന്നാണ് സപ്ലൈ ഇതിലേക്ക് വരുന്നത്. ഇതാണ് ഈ പറയുന്ന ഇൻവെർട്ടറിൻ്റെ ഉൾഭാഗം. ഇതിലൊരു 12 വോൾട്ട് ബാറ്ററി, ഈ കാണുന്ന 2 LED നേരിട്ട് ഈ ബാറ്ററിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ട് സപ്ലൈയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് 2 LED ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല പ്രകാശത്തിൽ തന്നെ ആ ലൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാ കാണുന്നതാണ് ഇതിൻ്റെ ഫുൾ ബോർഡ്. ഈ ബോർഡാണ്, ഈ ഒരു ഒറ്റ ബോർഡ് മാത്രമേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ആ ബോർഡിൽ നിന്നാണ് ഈ ബാറ്ററി ചാർജ് ആകുന്നത്. ഈ ബാറ്ററി നമുക്ക് 12 വോൾട്ട് 7H നമ്മൾ UPSൽ ഉപയോഗിക്കുന്ന അതേ ബാറ്ററി തന്നെയാണിത്. ഈ ബാറ്ററി നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ ഇതിന് കമ്പനി 1 ഇയർ ഗ്യാരണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ കാണുന്ന പവർ സപ്ലൈ ഇതിൽ ട്രാൻസ്ഫോമറല്ല, SMPS പവർ സപ്ലൈ ആണ് ഇതിൻ്റെ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജിലായിരിക്കും ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓവറായിട്ട് വോൾട്ടേജ് വരികയോ ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്നതാണ് അതിൻ്റെ SMPS പവർ സപ്ലൈ. അതിൽ നിന്ന് ഈ ബാറ്ററി കോൺസ്റ്റൻറ്റ് വോൾട്ടേജിലായിരിക്കും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വോൾട്ടേജ് കൂടിയാലോ കുറഞ്ഞാലോ ചാർജിങ്ങിൽ യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല. ആയതിനാൽ ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട്. ഈ ബാറ്ററി നമുക്ക് തന്നെ ഇത് വീക്കായാൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതഴിക്കുമ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ടെർമിനൽ, ഇതൊരു ക്ലിപ്പ് ഉപയോഗിച്ചാണ് ആ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ മാറിപ്പോകരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ഇത് അഴിച്ചു മാറ്റുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഇതിൻ്റെ AC കോഡ് വയർ നമ്മുടെ ലൈനുമായിട്ട് പ്ലഗ് ചെയ്യരുത്. ഇത് കണക്ട് ചെയ്യുമ്പോൾ റെഡ് വയർ, ബാറ്ററിയുടെ റെഡ് ടെർമിനൽ, ആ റെഡ് കാണുന്നതിൻ്റെ പോസിറ്റീവാണ്, ബ്ലാക്ക് ടെർമിനൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അത് ബ്ലാക്ക് വയറുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തോളും. ഈ ബാറ്ററി നമുക്ക് തന്നെ സ്വയമായിട്ട് മാറാവുന്നതേ ഉള്ളൂ. ഇത് ഈ രീതിയിൽ കണക്ട് ചെയ്ത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഇൻവെർട്ടർ ഇരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ബാക്ക് കവർ സ്ക്രൂ ചെയ്യാം. ഇതൊരു പോർട്ടബിൾ സംവിധാനമായതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കിത് നല്ല ബ്രൈറ്റിൽ, നല്ല പ്രകാശത്തിൽ തന്നെ ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമായി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.